ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങോട്ട് ഓടി ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില ജില്ലകളിലെല്ലാം തന്നെ ഈ ഓണത്തിൻ്റെ അന്ന് നല്ല വറുത്തരച്ച കോഴിക്കറി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വറുത്തരച്ച കോഴിക്കറിയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് വേണം, നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്ക വേണം, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട വേണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും ഈ കുരുമുളക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, ഒരു മുറി നാളികേരം, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി വേണം. ഇനി പൊടികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം, ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, കൂടി പോവരുത്. ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു പകുതി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കട്ടിയുണ്ട്. 1 കിലോ ചിക്കനെല്ലാം തന്നെ ഒരു പകുതി നാളികേരം എടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അത് ബ്രൗൺ ആയിട്ടും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് കേട്ടോ. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ തീ കൂട്ടി ഇടാണ്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്. നമ്മുടെ കറിയുടെ ഒരു കളർ ഒരു ഡാർക്കായിട്ടല്ലേ ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ മതി എന്ന് പറയുന്നത്. ഈ പൊടികളിട്ട് കൊടുക്കുമ്പം തീ കൂട്ടിയിടരുത് കേട്ടോ. തീരെ കുറച്ചിടണം. നല്ല ലോ ഫ്ലെയിമിൽ വേണം പൊടികളിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ തീ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വന്നോട്ടെ. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ പൊടികളുടെ പച്ചക്കുത്ത് മണമൊക്കെ പോയി അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികൾക്കൊക്കെ നല്ലൊരു മൊരിച്ചിലുണ്ടാവും കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ആദ്യം തന്നെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിനുശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ അങ്ങ് തണുത്ത് പോകാനായിട്ട് നിൽക്കണ്ട. ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ വെള്ളം ഒഴിക്കാണ്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാവേ. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാ ഞാനിവിടെ കറി വയ്ക്കാനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നോട്ടെ. അപ്പോൾ ദാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ പെരുംജീരകം ഒന്ന് മൂത്ത് വന്നപ്പോഴിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം അതൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പം ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീരെ അങ്ങ് ഗോൾഡൻ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക്
ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സൈസ് തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് സമയം മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ തവിയൊക്കെ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്തില്ലേ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത്, അപ്പോൾ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ മിക്സിയൊക്കെ ജാറ് കഴുകിയത് പിന്നീട് ഒഴിക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ കളറൊക്കെ ഉണ്ടല്ലോ, കറിയുടെ കളറൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് ചൂടായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ആയ ശേഷം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ അരപ്പ് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിനു മുൻപ് നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോവേണ്ട, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരപ്പ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാൻ തീ കൂട്ടി തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ, കുറച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വിടണം. തിളച്ച് കഴിഞ്ഞ് അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ, കണ്ടല്ലോ. ഈ സമയത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് സമയമാണ് ചിക്കൻ വേവാനായിട്ട് വേണ്ടത്. നമ്മൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടോളൂ കേട്ടോ, തീ കൂട്ടിയിടരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി, അതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീ നന്നായിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊന്നും കൂടിപ്പോകരുത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് തീ ഓഫാക്കിയിടാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിട്ട് അടച്ചു വയ്ക്കാവേ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത്രയും നല്ല, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഓക്കെ, ഇതുപോലെ തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.